ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പ്ലാൻ മാറ്റി ഈവനിങ്ങിലേക്കാക്കി. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ പോകേണ്ടതുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ കുറച്ച് ട്രഡീഷണൽ രീതിയിലാണ്. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ മുണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇത് ബർദുബായ് ഏരിയയിലാണ് വരുന്നത്, എന്ന് വെച്ചാൽ ഓൾഡ് ദുബായ്. ഞാൻ ഈ ഭാഗമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഈ സൈഡിലേക്കൊന്നും വന്നിട്ടില്ല. ഗോൾഡ് സൂക്ക് ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഷെയ്ഖിൻ്റെ ഹൗസ്. അപ്പോൾ അതൊരു പഴയ ഒരു കെട്ടിടമാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ ഉള്ളിലേക്ക് കയറാനൊന്നും നമുക്ക് പെർമിഷനൊന്നുമില്ല. പിന്നെ അതേ പുറത്ത് ഈ കാണുന്നതാണ് ബോട്ടിംഗ് സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരത്തെ തന്നെ അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അതിനകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴികളൊക്കെ നിറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റും. ഞങ്ങളതൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ കുറേ വഴിയിൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിറച്ച്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ദുബായ്ക്ക് വേറൊരു മുഖമുണ്ട് എന്നുള്ളത്. നമ്മളിവിടെ ചെല്ലുമ്പോൾ കുറേ പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. കുറേ ആളുകളൊക്കെ ഇവിടെ കച്ചവടത്തിനായിട്ടും അതിനായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കുറച്ച് ഇടുങ്ങിയ ഏരിയകളിലൂടെയാണ് ഇവിടേക്ക് പോകുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നമ്മളിത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ നല്ലൊരു സ്മെല്ലും, നമ്മൾ ശരിക്കും ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇന്ന് ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പൂക്കച്ചവടങ്ങളും അങ്ങനെ കച്ചവടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് തലയിലൊക്കെ വെച്ചു. പിന്നെ ദേ ഷൂവും ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ ഇന്ന് തിരക്കായതുകൊണ്ട് ആൾക്കാർ പുറത്തൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്നതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. നമ്മൾ ജസ്റ്റ് തൊഴുത് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ പുറത്ത് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രസാദം പറഞ്ഞാൽ ഇവർ അന്നദാനം പോലെയാണ് അവിടെ പുറത്ത് കൊടുക്കുന്നത്. ഇത് ഈ ഒരു കഞ്ഞി പോലെ പുഴുക്ക് പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ നമുക്ക് തരുന്നത്. അപ്പം ഞങ്ങളും അത് ജസ്റ്റ് ഒന്ന് മേടിച്ച് കഴിച്ചു. അപ്പം അത് എല്ലാവരും മേടിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമുക്കൊരു പ്രസാദമൊക്കെ തന്നായിരുന്നു, ഒരു ലഡു പോലെ ഒരു ഇത്. പിന്നെ അതിനകത്ത് നമ്മുടെ അമ്പലത്തിലെ പോലെ കളഭങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറത്ത് ഇങ്ങനെ കച്ചവടക്കാരിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എടുക്കണം. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. തിരക്കാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുക പറയുക, നല്ലൊരു അടിപൊളി ഫീലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ കുപ്പിവളകൾ കാര്യങ്ങൾ കച്ചവടങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു വീട്ടിലേക്കുള്ളത്. അപ്പോൾ ദേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറേ നാളായി ഗണപതി ഒരു വിഗ്രഹം പോലെ എന്തെങ്കിലും വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അത് ഒരു ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഹീറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ കരിമ്പിൻ ജ്യൂസ് കണ്ടു. ഇതൊക്കെ ഈ ഒരു ഏരിയയിലാട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ ദുബായിലെവിടെയും കരിമ്പിൻ ജ്യൂസൊന്നും കൊടുക്കണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ദേ വഴിയരികിൽ ഒരാളിങ്ങനെ ഇരുന്നിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റൊക്കെ അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. പിന്നെ ആൾക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഫുഡിൻ്റെ ഐറ്റംസ് ആയിരുന്നു. ഈ സ്നാക്സ് ഐറ്റംസൊക്കെ ആയിരുന്നു നിറച്ചുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളും മേടിച്ചു. ഇവിടെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു 5 ദിർഹത്തിനുള്ള ഐറ്റംസ്, അങ്ങനെ കണ്ടിട്ട് അത് മേടിച്ചു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. അടുത്ത വീഡിയോ വരും വരയ്ക്കും സ്റ്റേ ട്യൂൺ.